Hi, I am Rogers Jose, Managing Director of Alpha Academy. 2022 CUSAT എക്സാമിനേഷൻ്റെ റാങ്ക് ലിസ്റ്റിനെ ബേസ് ചെയ്തിട്ട് കുസാറ്റിൻ്റെ രണ്ട് ക്യാമ്പസുകളിൽ നമുക്കറിയാം കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ രണ്ട് ക്യാമ്പസാണുള്ളത്. ഒന്ന് തൃക്കാക്കരയിലുള്ള കൊച്ചി തൃക്കാക്കരയിലുള്ള ക്യാമ്പസും മറ്റൊന്ന് കുട്ടനാട് പുളിങ്കുന്നുള്ള ക്യാമ്പസും. ഈ രണ്ട് ക്യാമ്പസിലെ വിവിധ കോഴ്സുകളിലേക്ക്, വിവിധ കോഴ്സുകളെന്ന് പറയുമ്പോൾ B.Tech കോഴ്സുകളുണ്ട്, ദെൻ 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകളുണ്ട്, MSc കോഴ്സുകളുണ്ട്. ഇതേ എല്ലാ കോഴ്സുകളിലേക്കും CAT 2022 എൻട്രൻസ് എക്സാമിനേഷൻ്റെ റാങ്ക് ലിസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് അഡ്മിഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യുക. ഈ അഡ്മിഷൻ പ്രൊസീജിയറിൽ പങ്കെടുക്കാൻ ഓഗസ്റ്റ് 15-ാം തീയതി വരെയാണ് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാൻ നമുക്ക് സമയം അനുവദിച്ചിരിക്കുന്നത്. ഈ അലോട്ട്മെൻറ്റ് പ്രോസസ്സിംഗ് വിവിധ ഘട്ടങ്ങളിലൂടെ നടക്കും. ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ്, തേർഡ് അലോട്ട്മെൻറ്റ്, വിവിധ അലോട്ട്മെൻറ്റുകളിലൂടെ ആയിരിക്കും നടക്കുക. ഇതിന് ശേഷവും ഏതെങ്കിലും കുസാറ്റിൻ്റെ ക്യാമ്പസിലെ കോഴ്സുകൾ സീറ്റുകൾ ഫില്ലാവുന്നില്ലെങ്കിൽ അതിനുശേഷം സ്പോട്ട് അലോട്ട്മെൻറ്റുകളിലൂടെ ആയിരിക്കും അഡ്മിഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യുക. പക്ഷേ ഈ ഏത് അലോട്ട്മെൻറ്റുകളിലും നമുക്ക് പങ്കെടുക്കണമെങ്കിലും ഈ ഓപ്ഷൻ രജിസ്ട്രേഷനിലെ ഫസ്റ്റ് രജിസ്ട്രേഷൻ പ്രോസസ്സിങ്ങിൽ പങ്കെടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ട് തന്നെ കുസാറ്റിൻ്റെ ക്യാമ്പസിലെ ഒരു കോഴ്സിൽ, അതിൽ നമുക്കറിയാം ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകൾക്കാണെങ്കിൽ അതിന് തന്നെ സെപ്പറേറ്റ് റാങ്ക് ലിസ്റ്റാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ആ റാങ്ക് ലിസ്റ്റിനെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു അഡ്മിഷൻ പ്രൊസീജിയർ പബ്ലിഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ബാക്കി വരുന്ന കോഴ്സുകളിൽ, പ്രത്യേകിച്ച് B.Tech കോഴ്സുകളിലേക്ക് ഒരു അഡ്മിഷൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായും ഈ ഓപ്ഷൻ രജിസ്ട്രേഷനിൽ പങ്കെടുക്കണം. ഈ ഓപ്ഷൻ രജിസ്ട്രേഷനിൽ പങ്കെടുക്കാൻ ഇവിടെ കാണുന്ന കുസാറ്റിൻ്റെ വെബ്സൈറ്റായ CUSAT.ac.in ഈ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം കാൻഡിഡേറ്റ് ലോഗിനിൽ നാം എൻ്റർ ആയതിനു ശേഷം നമ്മുടെ യൂസർ നെയിം പാസ്വേഡും എൻ്റർ ചെയ്തുകൊണ്ട് വേണം നാം ഈ രജിസ്ട്രേഷൻ പ്രോസസ്സിംഗ്, ഓപ്ഷൻ രജിസ്ട്രേഷൻ പ്രോസസ്സിങ്ങിൽ പങ്കെടുക്കാൻ. ഇതിനകത്തുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോഴ്സുകൾ എന്ന് പറയുന്നത് ഫയർ ആൻഡ് സേഫ്റ്റി എഞ്ചിനീയറിംഗ്, നേവൽ ആൻഡ് ആർക്കിടെക്ചർ കോഴ്സുകൾ, ഈ വർഷം പുതുതായിട്ട് തുടങ്ങിയിരിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഡേറ്റ സയൻസ് കോഴ്സ്. അപ്പം ഇതേപോലുള്ള കോഴ്സുകളും ഇതിനോടൊപ്പം B.Techൻ്റെ കോർ കോഴ്സുകൾ എന്നറിയപ്പെടുന്ന മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ, ഇതുപോലുള്ള കോഴ്സുകളും, അതായത് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ തൃക്കാക്കര ക്യാമ്പസിലെയോ അല്ലെങ്കിൽ പുളിങ്കുന്നിലുള്ള ക്യാമ്പസിലെയോ ഏതെങ്കിലും ഒരു സ്ട്രീമിലേക്ക്, B.Tech കോഴ്സുകളിലേക്ക് അല്ലെങ്കിൽ MSc കോഴ്സുകളിലേക്ക് ഒരു അഡ്മിഷൻ ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ഈ ഓപ്ഷൻ രജിസ്ട്രേഷനിൽ കൃത്യമായി പങ്കെടുക്കുക. ഇനി ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാം എല്ലാ റിസർവേഷൻ കാറ്റഗറികളും മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് തന്നെയാണ് കുസാറ്റിൻ്റെയും അഡ്മിഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യുക. അവിടെ തന്നെ സ്റ്റേറ്റ് വൈസ് കോട്ടായിലുള്ള കോഴ്സുകളുമുണ്ട്. ആ സെയിം കോഴ്സ് തന്നെ ഓൾ ഇന്ത്യ കോട്ടായിലേക്കും നമുക്ക് അപ്ലൈ ചെയ്യാം. ഒരേപോലെ രണ്ടിനും അപ്ലൈ ചെയ്യാം. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഫീസിലുള്ള ഡിഫറൻസ് ആണ്. ഇപ്പോൾ എക്സാമ്പിൾ B.Techൻ്റെ തന്നെ സ്റ്റേറ്റ് വൈസ് ഉള്ള മെറിറ്റിലേക്കുള്ള സെലക്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ 27,000 റുപ്പീസ് മാത്രമാണ് ഒരു B.Tech കോഴ്സിന്, സിവിൽ എഞ്ചിനീയറിങ്ങിനോ അല്ലെങ്കിൽ അതുപോലുള്ള കോഴ്സുകൾക്കൊക്കെ ഫീസ് വരും. അത് തന്നെ ഓൾ ഇന്ത്യ മെറിറ്റിലേക്കുള്ള, ഓൾ ഇന്ത്യ കോട്ടായിലുള്ള സീറ്റിലേക്ക് നാം അപ്ലൈ ചെയ്യുവാണെങ്കിൽ അവിടെ 49,000 റുപ്പീസാണ് ഫീസായിട്ട് വരുന്നത്. ഇനി അത് തന്നെ NRI സീറ്റുണ്ട്. ഈ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിൽ NRI സീറ്റുണ്ട്. NRI സീറ്റിലേക്ക് വരുമ്പോൾ 64,000 റുപ്പീസാണ് ഫീസായിട്ട് വരിക. റിസർവേഷനുള്ള കുട്ടികളാണെങ്കിൽ, SC/ST കാറ്റഗറിയിലുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ 1,500 റുപ്പീസ് മാത്രമേ ഫീസ് വരികയുള്ളൂ. അപ്പോൾ ഇതേപോലെ ഓരോ കോഴ്സിൻ്റെയും സ്റ്റേറ്റ് വൈസ് കോട്ടായിലുള്ള ഫീസും ഓൾ ഇന്ത്യ കോട്ടായിലുള്ള ഫീസുകളും അതുപോലെ NRI സ്റ്റാറ്റസിലുള്ള ഫീസുകളും ഒക്കെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട്, അതുപോലെ റിസർവേഷൻ കമ്മ്യൂണിറ്റിയിൽ വരുന്ന വിദ്യാർത്ഥികൾക്കുള്ള ഫീസുകളും, ഇതുപോലെ ഓരോ കോഴ്സിൻ്റെയും, ഈ ഓരോ കോഴ്സും ഏത് ക്യാമ്പസിൽ, തൃക്കാക്കര ക്യാമ്പസിലുള്ള ചില കോഴ്സുകളൊന്നും പുളിങ്കുന്ന് ക്യാമ്പസിലില്ല. അങ്ങനെ ഓരോ ക്യാമ്പസിലുള്ള കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടും ഓരോ കോഴ്സിൻ്റെ ഫീസുകളും കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ഈ പ്രോസ്പെക്ടസിനകത്ത് നാം രജിസ്ട്രേഷൻ പ്രോസസ്സിംഗ് മുന്നോട്ട് പോകുമ്പോൾ നമുക്കിതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെ നോക്കി മനസ്സിലാക്കിക്കൊണ്ട് വേണം ഓരോ വിദ്യാർത്ഥികളും ഓപ്ഷൻ രജിസ്ട്രേഷനിൽ പങ്കെടുക്കാൻ. ഇങ്ങനെ ഓപ്ഷൻ രജിസ്ട്രേഷനിൽ പങ്കെടുത്ത് കംപ്ലീറ്റ് ഓപ്ഷനും സബ്മിറ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ പ്രിൻ്റ് ഔട്ടും എടുത്ത് കയ്യിൽ സൂക്ഷിക്കുന്നതിലൂടെയാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആകുക. അതുകൊണ്ട് തന്നെ ഓഗസ്റ്റ് 15-ന് മുമ്പായി കുസാറ്റിൻ്റെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള കുസാറ്റിൻ്റെ റാങ്ക് ലിസ്റ്റ്, നമുക്കറിയാം കുസാറ്റിൻ്റെ റാങ്ക് ലിസ്റ്റ് എക്സാമിനേഷൻ എഴുതിയ, CAT 2022 എക്സാമിനേഷൻ എഴുതിയ 15,000 കുട്ടികളെയാണ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ 15,000-ത്തിനുള്ളിൽ വന്ന എല്ലാ വിദ്യാർത്ഥികളും
ഏതൊക്കെ കോഴ്സ് ആഗ്രഹിക്കുന്നുണ്ടോ, അഡ്മിഷൻ എടുക്കാൻ താല്പര്യപ്പെടുന്നു, എപ്പോഴും മനസ്സിലാക്കുക, നമുക്ക് പഠിക്കാൻ താല്പര്യമുള്ള ക്യാമ്പസും കോഴ്സും അതിന് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് വേണം നാം ഓപ്ഷൻ രജിസ്ട്രേഷനിൽ പങ്കെടുക്കാൻ. നമുക്ക് താല്പര്യമില്ലാത്തൊരു കോഴ്സ് ഒരിക്കലും സെലക്ട് ചെയ്യാൻ പാടില്ല. നമുക്ക് താല്പര്യമില്ലാത്ത ക്യാമ്പസ് ഒരിക്കലും സെലക്ട് ചെയ്യാൻ പാടില്ല. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായി ഓഗസ്റ്റ് 15 വരെ നടക്കുന്ന ഓപ്ഷൻ രജിസ്ട്രേഷൻ പ്രോസസ്സിങ്ങിൽ പങ്കെടുത്തുകൊണ്ട് കുസാറ്റിൻ്റെ ഒരു ക്യാമ്പസിൽ ഏറ്റവും മികച്ച ഒരു കോഴ്സിലൂടെ പഠിച്ച് അവരുടെ പ്രൊഫഷൻ, ഓരോ വിദ്യാർത്ഥികളുടെയും പ്രൊഫഷൻ മികച്ചതാക്കി മാറ്റുവാൻ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. കുസാറ്റിൻ്റെ ഓപ്ഷൻ രജിസ്ട്രേഷനിൽ പങ്കെടുക്കുന്ന സമയത്ത് ഏതെങ്കിലും സംശയങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആൽഫയുടെ ക്യാമ്പസിലേക്ക് വിളിക്കാം, നേരിട്ട് വരാം. നിങ്ങളെ സഹായിക്കാൻ, ഡൗട്ട്സുകൾ തീർത്ത് തരാൻ ആൽഫയിലെ എക്സ്പേർട്ട് ടീം നിങ്ങളോടൊപ്പം ഉണ്ടാവും. എല്ലാവർക്കും നല്ല വിജയം നേടാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബെസ്റ്റ് വിഷസ്.